गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്ത നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ഓഗസ്റ്റ് 4, 2024. ഈ ലോകത്തിൽ ജീവിതമാകുന്ന കളി എപ്രകാരമാണ് നാം കളിച്ചു തീർക്കേണ്ടത്? അതിൻ്റെ ആരവത്തെയും കോലാഹലങ്ങളെയും നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഭഗവാൻ നമ്മെ ഉദാഹരണ സഹിതം പ്രേമപൂർവം ഓർമ്മിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, നദികൾ അതിവേഗം സമുദ്രത്തിലേക്ക് കുതിക്കുന്നത് പോലെ നിങ്ങളുടെ എല്ലാ സങ്കല്പങ്ങളെയും ഈശ്വരനിലേക്ക് ഗതി തിരിച്ചുവിടുക. ഈ നാടകം അവിടുത്തേതാണ്. ആ നാടകത്തിലെ നമ്മുടെ വേഷം അവിടുത്തെ വരദാനമാണ്. അതിലെ ഓരോ വരികളും ഈശ്വരനാൽ എഴുതപ്പെട്ടതാണ്. വസ്ത്രങ്ങളും അലങ്കാരങ്ങളും രംഗപ്രവേശവും പിൻവാങ്ങലും എല്ലാം നിശ്ചയിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ഭംഗിയായി അഭിനയിച്ച് തിരശ്ശീല വീഴുമ്പോൾ അവിടുത്തെ അനുമോദനം നേടുക. നിങ്ങളുടെ നൈപുണ്യത്താലും ഉത്സാഹത്താലും കൂടുതൽ മഹത്തരമായ വേഷങ്ങൾ ലഭിക്കാനുള്ള യോഗ്യത സമ്പാദിക്കുക. ഇതുതന്നെയാണ് ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും. ബാഹ്യലോകവുമായി കൂടുതൽ ബന്ധിക്കപ്പെടാതെയും അതിന്റെ കുരുക്കിൽപ്പെടാതെയും ഇരിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുക. തിരമാലകൾ സമുദ്രത്തിന്റെ ഉപരിതലത്തെ മാത്രമേ ഇളക്കി മറിക്കുന്നുള്ളൂ. അടിത്തട്ടിൽ സമുദ്രം ശാന്തമാണ് എന്നതുപോലെ നിങ്ങളുടെ അഗാധതയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവിടം പ്രക്ഷോഭങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം. ഈ ലോകത്തിലെ ഒട്ടനേകം കാര്യങ്ങളും പൊള്ളയായതും നിലനിൽപ്പിന്റെ മൂല്യമില്ലാത്തതുമാണെന്ന് മനസ്സിലാക്കി അവയെ നിരസിച്ചുകൊണ്ട് യഥാർത്ഥമായ സത്തയെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ വിവേചന ശക്തി ഉപയോഗിച്ച് നിസ്സാരമായതിനെയും അമൂല്യമായതിനെയും വേർതിരിച്ചറിയുക. ഈശ്വരനാണ് ഈ വിശ്വനാടകത്തിന്റെ സംവിധായകൻ. മനുഷ്യർ കേവലം അഭിനേതാക്കൾ മാത്രം. ആ നാടകത്തിലെ ഉത്തമ അഭിനേതാക്കളായി തീരുക. 1970 ജൂൺ 9 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ സായിരാം.